അല്ല, വിവാദം മാത്രം, ഇത് വളരെ ആസൂത്രിതമായൊരു നീക്കമാണ്. ഒരു രാജി കൊണ്ട് അവസാനിക്കാൻ പോകുന്നൊരു പ്രശ്നമായിട്ട് കാണേണ്ടതില്ല. യഥാർത്ഥത്തിൽ രാജി എന്ന് പറയുമ്പോൾ തന്നെ ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ചാർജ് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഓർഡർ റദ്ദാക്കിയാൽ മതിയായിരുന്നു, ഉത്തരവ് റദ്ദാക്കി കഴിഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ചാർജ് എടുത്തത് കൊണ്ടാണ് രാജിവെക്കേണ്ടി വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സാധാരണഗതിയിൽ, മറ്റ് ഡീറ്റെയിൽസിലേക്ക് നോക്കിക്കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ ചാർജ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാ ഫയലുകളും ചാർജ് എടുത്ത് വക്കീലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ വക്കീലിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള രാജിയാണോ? എല്ലാ ഫയലുകളും പരിശോധിക്കാനുള്ള സന്ദർഭം ഉപയോഗിച്ചതിന് ശേഷമുള്ള രാജിയാണോ എന്ന് പ്രത്യേകം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ നാം കാണേണ്ടത്, ഈ അഭിഭാഷകൻ പരസ്യമായി മാധ്യമങ്ങളുടെ മുൻപിൽ ഇത്തരം കാര്യങ്ങളിൽ കൊള്ളയെ ന്യായീകരിച്ചുകൊണ്ടുള്ള ആ കമ്പനിയുടെ വാദമുഖങ്ങൾ നിരത്തിയിട്ടുള്ള ആൾ കൂടിയാണ്. കോടതിക്കകത്ത് വാദിച്ചു എന്ന് മാത്രമല്ല, മാധ്യമങ്ങളുടെ മുൻപിൽ വരെ വിശദീകരിച്ച ഒരു അഭിഭാഷകനെയാണ് ഇപ്പോൾ ഗവൺമെൻറ് ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായിട്ട് വയ്ക്കുന്നത്. ദേവസ്വത്തിന് കഴിഞ്ഞ ഗവൺമെൻറ്റുകളുടെ കാലത്തൊന്നും പ്രത്യേകമായ പ്ലീഡർ ഉണ്ടായിരുന്നില്ല. അത് ഗവൺമെൻറ് കാര്യങ്ങൾ വരുമ്പോൾ GPO അല്ലെങ്കിൽ തന്നെ ക്രിമിനൽ കാര്യങ്ങളാണെങ്കിൽ DGPO ഒക്കെ വാദിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇവിടെ കാണേണ്ടത് ആരാണ് ഇതിനകത്ത് പ്രധാന ഉത്തരവാദിത്വം. ഒരു നിയമന പ്രക്രിയ സ്പെഷ്യൽ പ്ലീഡർ ആകുമ്പോൾ അഡ്വക്കേറ്റ് ജനറൽ പേര് നിർദ്ദേശിക്കണം. ആ നിർദ്ദേശിച്ച പേര് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ടോ? നിർദ്ദേശിച്ച പേര് നിയമവകുപ്പിൽ എത്തിയിട്ടുണ്ടോ? നിയമ സെക്രട്ടറി ആ കാര്യങ്ങൾ പരിശോധിച്ച് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണം. അങ്ങനെ നിയമമന്ത്രിക്ക് സമർപ്പിക്കണം. നിയമമന്ത്രിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഫയലിൽ നിന്ന് ഇന്ന ആളുകളെ നിയമിക്കാനുള്ള ശുപാർശയോടുകൂടി മന്ത്രിസഭയുടെ അംഗീകാരത്തിന് നൽകാൻ മുഖ്യമന്ത്രിക്ക് നൽകണം. ഇത് രണ്ടൊരാൾ തന്നെയാണ്. അങ്ങനെ മുഖ്യമന്ത്രി ക്യാബിനറ്റിൽ വയ്ക്കാൻ അംഗീകാരം നൽകിക്കഴിഞ്ഞാൽ അത് മന്ത്രിസഭയുടെ മുൻപിൽ വരും. മന്ത്രിസഭയുടെ മുൻപിൽ വരുമ്പോൾ എല്ലാ മന്ത്രിമാർക്കും നേരത്തെ തന്നെ അത് ലഭിക്കും. അപ്പോൾ ഈ പ്രക്രിയ നടന്നിട്ടുണ്ടോ? ആ പ്രക്രിയ അല്ലാതെ ഏതെങ്കിലും ആരുടെയെങ്കിലും താല്പര്യത്തിൻ്റെ ഭാഗമായി മാത്രം വന്നിട്ടുള്ളതാണോ? അപ്പോൾ ഒരു രാജി കൊണ്ട് അവസാനിക്കുന്നൊന്നല്ല, വളരെ ഗൗരവമായ പ്രശ്നങ്ങളുണ്ട്. ഇത് സംബന്ധിച്ച എല്ലാ രേഖകളും വക്കീൽ വഴി കമ്പനിക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? SITയുടെ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് കക്ഷിയുടെ കയ്യിലേക്ക്, കക്ഷിയുടെ ഭാഗം എന്ന നിലയിൽ ഈ ഗവൺമെൻറ്റിൻ്റെ വക്കീലിൻ്റെ ചുമതല എടുത്തിട്ടുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പരിശോധിക്കേണ്ടതാണ്. ഈ ഗവൺമെൻറ് ഇപ്പോൾ അധികാരത്തിൽ വന്ന് അധിക ദിവസമായിട്ടില്ല. അപ്പോഴേക്കും ഒരാൾ ബന്ധു നിയമനത്തിൻ്റെ പേരിൽ രാജിവെച്ചു. PSC നിയമനങ്ങളുടെ തീരുമാനമെടുത്തു, അത് റദ്ദാക്കേണ്ടി വന്നു. അപ്പോൾ തെറ്റായൊരു പാതയിലൂടെ ഗവൺമെൻറ് പോകുന്നു. അതേപോലെ തന്നെ വളരെ ഗൗരവമായ പ്രശ്നങ്ങൾ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. അവരിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇത് അതീവ ഗൗരവമായ പ്രശ്നമാണ്. ഈ ഭാഗങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങേയറ്റം ആസൂത്രിതമായ ഗൂഢാലോചന ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാജി. അപ്പോൾ രാജിയിലേക്ക് എത്തിയത് ഇതെല്ലാം കയ്യിൽ കിട്ടിയതിന് ശേഷമാണോ എന്നുകൂടി പരിശോധന നടത്തേണ്ടതുണ്ട്. മുഖ്യമന്ത്രി തന്നെയാണ് നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന ഇത്തരം പറഞ്ഞിട്ടുള്ള സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുകയും അതിനൊരു സാധാരണ വ്യക്തത കൂടി വരുത്തേണ്ടതല്ല. അല്ല, നിയമമന്ത്രി അല്ലല്ലോ നിയമിക്കുന്നത്. ഞാൻ പറഞ്ഞത് അനുസരിച്ച്, നമ്മുടെ നടപടിക്രമം അനുസരിച്ച് അഡ്വക്കേറ്റ് ജനറൽ ശുപാർശ ചെയ്യും. അഡ്വക്കേറ്റ് ജനറൽ ശുപാർശ ചെയ്യുമ്പോൾ നിയമവകുപ്പിലെത്തും. നിയമ സെക്രട്ടറി കണ്ടിട്ട് നിയമമന്ത്രിക്ക് കൊടുക്കും. ആ നിയമമന്ത്രി മുഖ്യമന്ത്രി തന്നെയാണ്. ആ നിയമമന്ത്രി മുഖ്യമന്ത്രിക്ക് നൽകും. അദ്ദേഹത്തിന് നൽകുകയാണ്, ഇത് മന്ത്രിസഭയുടെ മുമ്പിൽ സമർപ്പിക്കാമോ? അപ്പോൾ മുഖ്യമന്ത്രിയാണ് മന്ത്രിസഭയുടെ മുൻപിൽ സമർപ്പിക്കാൻ നൽകുന്നത്. തീരുമാനമെടുക്കുന്നത് മന്ത്രിസഭയാണ്. അപ്പോൾ ഇത് ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ തന്നെ വക്കീലിൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്, കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് അതീവ ഗൗരവമായ ഒരു പരിശോധന ആവശ്യമാണ്. അത് ഞാൻ ഇപ്പോൾ രാജിവെക്കുന്നു. ഞാൻ എൻ്റെ മറ്റു കാര്യം, സാധാരണഗതി രാജിവെക്കണമെങ്കിൽ ചാർജ് എടുത്തതിന് ശേഷമാണ്. ചാർജ് എടുത്തിട്ടില്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഒറ്റയടിക്ക് ഉത്തരവ് റദ്ദാക്കാം. പ്രത്യേകം ഇദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടേണ്ട കാര്യമില്ല. ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ആ തീരുമാനം എടുക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് സമയം നൽകി എല്ലാ കാര്യങ്ങളും പ്രതിക്ക് സഹായകരമാകുന്ന രൂപത്തിൽ മാറ്റാൻ അട്ടിമറി നീക്കം നടത്തിയതിന് ശേഷമുള്ള ഇത് കേരളം വളരെ ഗൗരവമായി തന്നെ കാണേണ്ട പ്രശ്നമാണ്.